ഞങ്ങളെത്തിയ ഉച്ചയ്ക്ക് 12 മണിക്ക് 2 ലിഫ്റ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രോഗികൾക്കായി എഴുതി വെച്ച മറ്റു 2 ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതവും. മെയ് 31 അന്നാണ് നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വരികയും ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും രോഗികളുടെ ദുരവസ്ഥയും റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ സെപ്റ്റംബർ മാസം പകുതി കഴിഞ്ഞു. 3.5 മാസം പിന്നിടുമ്പോൾ എന്താണ് ലിഫ്റ്റിൻ്റെ അവസ്ഥയെന്ന് വീണ്ടും പരിശോധിക്കാം. വലിയ മാറ്റമൊന്നുമില്ല. ഇന്നും പ്രവർത്തിക്കുന്നത് 2 ലിഫ്റ്റുകൾ മാത്രം. അന്ന് പണിമുടക്കിയ 2 എണ്ണം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പ്രവർത്തിച്ച 2 എണ്ണം ഇന്ന് പണിമുടക്കി കിടക്കുന്നു. നടന്നിട്ടാണ് അങ്ങ് മേലെ കയറിയത്, 3-ാം നില കയറിയത്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പിന്നെ സ്ട്രോക്ക് വന്നിട്ട് 3 മാസമായി കൊണ്ടിരിക്കുന്നു. ഡോക്ടർ അവിടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കാൻ ലേറ്റ് ആവുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത മാസം ഇതേ സ്ഥിതി തന്നെയായിരിക്കും കൊടുത്തത്. അടുത്ത മാസം ഇവിടെ കാണിക്കാൻ വരണേ. കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനാണ് ഈ ഗതികേട്. ഞാൻ ഇപ്പം വന്നിട്ട് 3-ാമത്തെ പ്രാവശ്യം വിട്ടുന്നത്, 4-ാമത്തെ പ്രാവശ്യം വിട്ടുന്നത്. അല്ല ഇതിൻ്റെ അവസ്ഥ ചോദിച്ചപ്പോൾ പറയുന്നത് അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്? പണി നടക്കുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 9 ലിഫ്റ്റുകളിൽ 5 എണ്ണം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആശുപത്രിയുടെ വാദം. എന്നാൽ OPയും വാർഡും അടങ്ങുന്ന രോഗികൾ കൂടുതലായി എത്തുന്നിടത്ത് 2 ലിഫ്റ്റുകൾ മാത്രമാണ് പ്രവർത്തന സജ്ജം. മറ്റ് ലിഫ്റ്റുകൾ ഉണ്ടെങ്കിൽ അവയിലേക്ക് രോഗികളെയോ കൂട്ടിരിപ്പുകാരെയോ മാറ്റാൻ ലിഫ്റ്റിന് മുന്നിലുള്ള സുരക്ഷാ ജീവനക്കാർ പോലും തയ്യാറാകുന്നില്ല. സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും ലിഫ്റ്റ് കേടായാൽ നന്നാക്കാൻ എടുക്കുന്നതിൻ്റെ പകുതി ശ്രമമെങ്കിലും ക്യൂവിൽ നിൽക്കുന്ന രോഗികളോട് സർക്കാർ കാണിക്കണം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.